ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ്. എന്താണ് ഈ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ എന്താണ് ഈ ഫ്രാക്ഷൻസ് അല്ലേ? പാഠം കേട്ടപ്പോൾ തന്നെ ഇത് എന്തൊക്കെയായിരിക്കും അല്ലേ? നമുക്കൊരു ഡൗട്ട് കാണും, ഈ പാഠം എന്തൊക്കെയാണ് അല്ലേ? കേൾക്കാൻ നല്ല രസമാണ് അല്ലേ? ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് നിങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ നമുക്കതെങ്കിൽ എളുപ്പമാക്കി പഠിക്കാം. എങ്ങനെയാണെന്നേ കേട്ടിരുന്നോണേ കേട്ടോ. നോക്കൂ നിങ്ങളെ, നമ്മുടെ 8ാമത്തെ ചാപ്റ്ററാണ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ. അതായത് ഭാഗിക്കാനും കൂടെ കേട്ടോ. ഭാഗമൊക്കെ അറിയണം, എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയണം. ഇവിടെ നോക്കൂ നിങ്ങളെ, 1/2 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ അതിനെ അര എന്നും ഇംഗ്ലീഷിൽ അതിനെ ഹാഫ് എന്നും പറയും. അതായത് നമ്മളിപ്പം ഒരു ദോശയോ വട്ടത്തിലിരിക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ദോശയായിക്കോട്ടെ, ഈ ഒരു ദോശയെ നേരെ നടുക്ക് വെച്ച്, അതായത് അതിൻ്റെ സെൻറ്ററിൽ ടച്ച് ചെയ്യണേ. സെൻറ്ററിൽ തൊട്ട്, സെൻറ്റർ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ മധ്യത്തിൽ അല്ലേ, അതിൽ സെൻറ്ററിൽ തൊട്ട് ഇങ്ങനെ നേരെ വരയ്ക്കുന്നതിനെയാണ് കേട്ടോ. ഈ വരയ്ക്കുന്നില്ലേ, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം ഞാൻ കളർ കൊടുക്കുക. മനസ്സിലായോ? ഒന്നുകിൽ എന്താ, ഇതിനെ അരഭാഗം അല്ലേ, ഇതും എന്താണ് അരഭാഗം. അപ്പം നമ്മുടെ അടുത്ത് എന്താ 2ൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഇനി ഓർത്തോണം, നമ്മുടെ ഈ താഴെ എത്ര ആണോ കിടക്കുന്നത് അത്രേ എണ്ണം കാണും. 1, 2 കണ്ടോ, 2. ഇനി അങ്ങോട്ട് 2 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 2 എണ്ണം. അതിൽ എത്രനാണോ നമ്മൾ ഷെയ്ഡ് കൊടുത്തത് അല്ലെ കളർ അടിച്ചത്, അതെന്താ മുകളിലും എഴുതണം. മനസ്സിലായോ? ഇതൊരു എക്സാമ്പിളായിട്ട് ഞാനങ്ങ് പറയാം. എന്താണ് ഈ അര അല്ലെങ്കിൽ ഹാഫ് എന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു ദോശയാണ്, ഈ ദോശയുടെ അരഭാഗം എങ്ങോട്ട് കിടക്കുക പറഞ്ഞാൽ നമുക്ക് എന്താ, അത് മുറിച്ച് അതിനെ ഇങ്ങനെ മാറ്റാം. അതെല്ലാം നമ്മൾ വരച്ച് കാണിക്കാൻ പറയുകയാണെങ്കിൽ, ഹാഫിനെ നിങ്ങളൊന്ന് വരച്ച് കാണിക്കുക. 5ാം ക്ലാസ് അല്ലേ നിങ്ങളൊന്ന് വരച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളെ, ഇതിപ്പോൾ ഒരു ദോശയോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ എന്തോ ആയിക്കോട്ടെ, എന്താ അതിനേതാണ്ട് ഹാഫ് നേരെ സെൻറ്ററിൽ തൊട്ട് തന്നെ വേണം കേട്ടോ. സെൻറ്ററിൽ തൊട്ടിട്ട് നടുക്ക് മധ്യത്തല്ലേ തൊട്ടിട്ട് ഇങ്ങനെ ഒരു ഭാഗം കളർ അടിക്കുക. അപ്പോൾ എന്താ ഇതിന് പറയുന്നത്, മൊത്തം എത്രണ്ണം ഉണ്ട്, 2 എണ്ണം. അതിനെ 2 താഴെ എഴുതുക. എത്രനാണോ കളർ കൊടുത്തത് അതിനെ 1 പറയുക. ടെസ്റ്റിൽ ഇതല്ല കുഞ്ഞുങ്ങളെ തുടങ്ങുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ എന്തുവാന്ന് ഞാൻ പറയുക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 2/2 നമ്മൾ പറഞ്ഞു. 2 താഴെ എത്രയാണോ, ഈ താഴെ മുകളിലും ഒക്കെ ഇതിനൊക്കെ പേരിടുക, അങ്ങോട്ട് പറയാം. നോക്കിയോ കുഞ്ഞുങ്ങളെ, താഴെ കിടക്കുന്നത് വരയ്ക്ക് താഴെ കണ്ടോ, ഈ വരയ്ക്ക് താഴെ എത്രയാണോ കിടക്കുന്നത് അത്രയായിട്ട്. ഇപ്പോൾ സെൻറ്ററിൽ തൊട്ട്, അതിപ്പോൾ ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നില്ല, ഇങ്ങനെ വരച്ചാലും നേരെ പകുതിയല്ലേ അല്ലേ കുഞ്ഞുങ്ങളെ, ഇങ്ങനെ നേരെ നടുക്കൂടെ ഇങ്ങനെ വരച്ചാലും പകുതിയല്ലേ. അപ്പം നമുക്കെന്താ, ഏതെങ്കിലും ഒരെണ്ണത്തിന് നമുക്ക് കളർ കൊടുക്കാം. നോക്കിക്കേ, ഏതെങ്കിലും ഒരെണ്ണത്തിന് ഞാൻ കൊടുത്തു. ഇപ്പം എന്തുവായി, ഇപ്പം എന്തോ കുഞ്ഞുങ്ങളെ, എന്താ പകുതിയായി അല്ലേ. പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താ, 2ൽ 2, മേളിൽ പറഞ്ഞത് 2 എണ്ണത്തിനും കൊടുക്കാനാണ്, 2 എണ്ണത്തിന്. അപ്പം ഇവിടെ എന്താ വന്നത്, ഇത് ഫുള്ളാണല്ലേ, മൊത്തം അല്ലെങ്കിൽ ഫുള്ള്. ഇപ്പോൾ പിടികിട്ടിയോ? ഒരു സംഖ്യയെ അതേ സംഖ്യ തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ ഫുൾ 1 ആണ് കിട്ടുന്നത്. കറക്റ്റ് ഇതിൻ്റെ ആൻസർ എത്രയാണ്, 1 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമുണ്ടോ നിങ്ങളെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഫസ്റ്റ് പേജിൽ ഇതല്ലല്ലോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. പക്ഷേ ഇത് പഠിക്കാമെങ്കിലുണ്ടല്ലോ നമുക്ക് മാത്സ് ആ കണക്കുകൾ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അര അല്ലെ ഹാഫ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ താഴെ എത്ര വന്ന് 2 അല്ലേ, ആ 2 എണ്ണം 1, 2. അതിനിപ്പോൾ നിങ്ങൾ സർക്കിൾ തന്നെ വേണമെന്നില്ല. ഞാൻ ഇങ്ങനെ ഒരെണ്ണം വരച്ചു. ഇതിൻ്റെ നേരെ നടുക്കെന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ, അതിൻ്റെ മുകളിൽ എത്ര വന്നേ 1 അല്ലേ. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിന് കളർ കൊടുക്കുക. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ 2ൽ 2, അതും ഞാൻ എന്താ ഇങ്ങനെ നേരെ വരച്ചു. അതിൻ്റെ നേരെ നടുക്കെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ വരച്ചെന്ന് വെച്ചു. എവിടെ ആയാലും കുഴപ്പം, നേരെ നടുക്കല്ലേ. അപ്പോൾ 2ൽ 2 ആണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ 2 ഫുള്ളും ഉണ്ടല്ലേ, ഫുള്ള്. അപ്പോൾ 1 ഫുള്ള്, ഒരു കേക്ക് ഫുള്ളോ അല്ലേ, ഒരു കേക്ക് ഫുള്ളെന്നൊക്കെ നമ്മൾ പറയത്തില്ല. 2ൽ 2 ഭാഗം എന്ന് വെച്ചാൽ ഫുള്ളും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, 4ൽ 1 നമ്മൾ പറഞ്ഞു താഴെ തന്നിരിക്കുന്ന എത്ര ആണോ അത്രയും എന്താ കോളം വേണം. കോളം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 2 പറഞ്ഞപ്പം ഇവിടെ 2 എണ്ണം, ഇവിടെയും താഴെ 2 ആയപ്പം 2 എണ്ണം അല്ലേ. ഇവിടെ നോക്കിയാൽ 4 എണ്ണം, എന്താ 1, 2, 3, 4 എണ്ണം. ഇതിപ്പോൾ 2, 3 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. താഴെ എത്ര,
1 2 3 4 മുകളിൽ എത്ര ആവും നിങ്ങളെ 1. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് നിങ്ങൾക്ക് ഈ ബോക്സിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഷെയ്ഡ് കൊടുക്കാം കേട്ടോ, കളർ കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. അതാണ് 4ൽ 1 എന്ന് പറയുന്നത്. മനസ്സിലായോ? 4ൽ 1 എന്ന് പറയുന്നത് കണ്ടോ, 4ൽ 1. ഇതിനെ നമ്മൾ എന്ത് പറയുന്നറിയോ? കാൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. എന്താ നിങ്ങളെ? കാല് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കണേ. കാല്. അടുത്ത് നോക്കിക്കേ, പിന്നെ 4/2 ഇവിടെ നോക്കിക്കേ, 1 2 3 4. താഴെ 4 അല്ലായിരുന്നു, 1 2 3 4. താഴെ എത്ര? ഇനി അതല്ല, നിങ്ങൾ ഇനി അങ്ങനെ വരച്ചുകൊണ്ടും പേടിക്കേണ്ടാവും. നിങ്ങളാണ്ട് ഇപ്പോൾ ഇതൊരു സർക്കിൾ ആയിക്കോട്ടെ, 4ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് നേരെ നടുക്ക് വെച്ചാണ്ട് 4ആയിട്ട് എടുക്കാം. അതിൽ 2 ഭാഗം അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ഭാഗം, 1 2 ഭാഗം നമ്മൾ കണ്ടോ, 2 എണ്ണത്തിനല്ലേ കൊടുത്തത് കണ്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ എന്താ ഒരു റെക്റ്റാങ്കിൾ പോലെ വരച്ചത് കൊണ്ടാണ്, ചതുരം പോലെ വരച്ചത് കൊണ്ടാണ്. ഇനി നമ്മൾ സർക്കിൾ ആണെങ്കിലും എന്താ 4 1 2 3 4. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണത്തിന് അല്ലേ, 2 അല്ലേ മേലിൽ കൊടുത്തേക്കുന്നത്, ഏതെങ്കിലും 2 എണ്ണത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 4ൽ 2 ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്തോ ആയി നിങ്ങളെ, ഇപ്പോൾ ഇതിൻ്റെ നേർ പകുതി ആയില്ലേ, ഹാഫ് ആയില്ലേ, പകുതി ആയില്ലേ. അണ്ടേ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് മനസ്സിലാക്കാതെ നമ്മളിനി അങ്ങോട്ട് കിടന്ന് ചെയ്തുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. 4ൽ 2 ഭാഗം കേട്ടോ. അങ്ങനെയാണെങ്കിൽ 4ൽ 3 നോക്കിക്കേ, 1 2 3 4. 4 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണം ഇപ്പോൾ പിടികിട്ടി കാണുമല്ലോ. 4ൽ 3 എണ്ണം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മുക്കാൽ എന്ന് പറയത്തില്ലേ, മുക്കാൽ അല്ലേ, ക്വാർട്ടർ, ഹാഫ്, ക്വാർട്ടർ പാസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമ്മൾ അങ്ങോട്ട് ഇനി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. അപ്പോൾ ഇത് റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. 4ൽ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4. മേളിലും എത്ര? 4. അപ്പം 4ൽ 4 എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളെ, ഫുള്ള് അല്ലേ. 4ൽ 4 മുമ്പ് നമ്മളിവിടെ പറഞ്ഞായിരുന്നു, 2ൽ 2 ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര നിങ്ങളെ, നമ്മൾക്ക് ആൻസർ 1 ആണ്. ഇവിടെ നോക്കിയേ, 4/4 ആകുമ്പോൾ എത്ര? ഫുള്ള് എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നമ്മൾ വരച്ചേക്കും. അപ്പോൾ ആൻസർ 1 ആണ് അല്ലേ. ഫുള്ള് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 1 കേട്ടോ. ഇതൊക്കെ 1 മാർക്കിനായിട്ട് റഫായിട്ട് ചോദിക്കുന്നതാണ്. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾ? ഏതാണ്ട് ഇത് അറിഞ്ഞെങ്കിലേ നമുക്കിനി അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. മനസ്സിലായോ? അര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വരച്ച് കാണിക്കും. നിങ്ങൾ 5ാം ക്ലാസ്സിലല്ലേ, ഒന്ന് വരച്ച് കാണിക്കാനെങ്ങാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് വരച്ച് കാണിച്ചത് കേട്ടോ. 2ൽ 2 എന്ന് വെച്ചാൽ ഓർത്തോണം, 10ൽ 10 20ൽ 20 എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 1 ആണ് കേട്ടോ. 1 എന്ന് എഴുതിക്കോണം. ഇനി 4ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, 4ൽ 1 അതിപ്പോൾ നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരയ്ക്കാം. 1 2 3 4 അല്ലേ. 4ൽ 1 എന്ന് വെച്ചാൽ ഇത്. ഇനി 4ൽ 1 എന്ന് വെച്ചാൽ ഇതിനെ നോക്കിയാൽ തുല്യമായിട്ട് നമ്മൾ 4ആയിട്ട് മാറ്റി, 4 എണ്ണമായി. അതിൽ ഒരെണ്ണം, ഏഴെങ്കിലും ഒരെണ്ണം. 4ൽ 1, ഇത് 4ൽ 2, ഇത് 4ൽ 3 ആണോ നിങ്ങൾ? 4ൽ 4 എന്ന് വെച്ചാൽ ഫുള്ള്. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി നോക്കിക്കേ, ഇപ്പം നമ്മൾ പറഞ്ഞു മുകളിലും താഴെയും ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. ഇനി എന്താ നിങ്ങൾ ഈ മുകളിലും താഴെയെന്ന് വെച്ചാൽ എന്താ? അതായത് 2/3. 2 എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും, 2 എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ എന്നല്ല, ഈ വരയ്ക്ക് മുകളിൽ ഏത് സംഖ്യയാണോ കിടക്കുന്നത് അത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമെന്നും, മലയാളക്കാരെന്താ അംശമെന്നും, 3 താഴെ തരുന്ന 3യെ നമ്മൾ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമെന്നും പറയുന്നു. ഓക്കെ ആണോ? നിങ്ങൾ എന്താ വരയ്ക്ക് മുകളിൽ, ഇതൊന്നും നിങ്ങളെ ഇതുവരെ ആരും പഠിപ്പിച്ച് കാണത്തില്ല. നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് പറയുന്നത്. വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് അംശം, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ന്യൂമറേറ്റർ. വരയ്ക്ക് താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ ഛേദം. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതൊക്കെയാണ് നിങ്ങളെ? വരയ്ക്ക് മുകളിൽ കിടക്കുന്ന എന്താ? ന്യൂമറേറ്റർ. സ്പെല്ലിങ് അറിയണേ, ന്യൂമറേറ്റർ അല്ലേ. അപ്പം എന്താ? അംശം കേട്ടോ, അംശം. വരയ്ക്ക് താഴെ കിടക്കുന്നത് എന്താണ്? ഡിനോമിനേറ്റർ. ഇപ്പോൾ പിടികിട്ടിയോ? ഡിനോമിനേറ്റർ. ടീച്ചർ പഠിപ്പിച്ചില്ലെങ്കിലും സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർ ഇങ്ങനെ പഠിക്കുമ്പോൾ ടീച്ചർ അത് ഡിനോമിനേറ്റർ അല്ലേ, ടീച്ചർ അത് അംശമല്ലേ എന്നൊക്കെ കയറി പറയണം കേട്ടോ. ആഹാ നീ ഇത് എവിടെ നിന്ന് പഠിച്ചെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയണം കേട്ടോ. എന്താ നിങ്ങളെ മുകളിൽ തരുന്നത് ന്യൂമറേറ്ററും താഴെ തരുന്നത് ഡിനോമിനേറ്റർ. ഇപ്പോൾ അത്രയും ബേസ് പഠിച്ചോ നിങ്ങളെ ഫ്രാക്ഷൻ്റെ. ഇതാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. എന്താണ്? എത്ര ആണോ എത്രയൊക്കെ ഇപ്പോൾ ഒന്ന് വരച്ച് കാണിക്കാൻ. ഇപ്പം നിങ്ങളോട് 4/3 അല്ലേ,
അല്ല 3/4 ഒന്ന് വരച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എൻ്റെ ക്ലാസ് കണ്ടവർക്ക് ഇപ്പം മനസ്സിലായി കാണും. ഇല്ലാത്തവർക്ക് ഇത് അറിയണമെന്നില്ല കുഞ്ഞുങ്ങളെ. 3/4 എന്ന് വെച്ചാൽ താഴെ എത്രയാണോ കിടക്കുന്നത്, അത് മറക്കല്ലേ, ഇനി ഞാൻ പറയത്തില്ല, താഴെ എത്രയാണോ കിടക്കുന്നത് അത് എന്താ അത്രയും ബോക്സ് വരയ്ക്കുക. 4 അല്ലേ, അപ്പോൾ ഒരേപോലെയുള്ള 4 ബോക്സ് വരയ്ക്കുക, ഒരേപോലെ ആയിരിക്കണേ. എന്നിട്ട് എന്താ എത്രയാണോ വരയ്ക്ക് മുകളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ അതിൻ്റെ പേര്, ന്യൂമറേറ്റർ. വരയ്ക്ക് മുകളിൽ എത്രയാണോ അതിന് ഷെയ്ഡ് കൊടുക്കുക, അല്ലെ കളർ അടിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആണോ? ഓക്കെ ആണല്ലോ നിങ്ങൾ. ഇനി നമുക്ക് ടെസ്റ്റ് എടുക്കാം. നോക്കിക്കേ, ഫ്രാക്ഷൻ നോക്കൂ നിങ്ങൾ. അതെ, ഫ്രാക്ഷണൽ ഷെയർ. അതിൻ്റെ മലയാളത്തിൽ എളുപ്പം ഞാനങ്ങ് പറയാം. കാരണം ഇംഗ്ലീഷുകാർക്കും മലയാളംകാർക്കും നോക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയണേ. നോക്കിക്കേ, ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ ബേസ് ആണ്. നോക്കിക്കേ, 4 കേക്ക് 2 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? എന്താവും നിങ്ങളെ, 4 കേക്ക് ഉണ്ട്. 1 2 3 4 കേക്ക് ഉണ്ട്. എന്താ അത് ആർക്ക് എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? 2 പേർക്ക് വീതിച്ചു കൊടുക്കണം. 2 പേർക്ക് വീതിച്ചു കൊടുക്കണം. 2 പേര് ഇവിടെ നിൽക്കുകയാണ്. 2 പേർക്ക് എങ്ങനെ വീതിച്ചു കൊടുക്കും? എങ്ങനെ കൊടുക്കും? നമ്മളെന്തോ ചെയ്യണം? 2 പേർക്ക് കൊടുത്താൽ പോരാ. ഇത് 2 എണ്ണം ഒരാൾക്ക് കൊടുക്കാം, ഇത് 2 എണ്ണം ഒരാൾക്ക് കൊടുത്തു വിടായോ നിങ്ങളെ? അത് നമുക്കറിയാം അല്ലേ. ഈ 2 എണ്ണം വെച്ചാൽ കൊടുത്താൽ മതി ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 2 കേക്ക് ആണെങ്കിലോ അവർ ഓരോന്നെടുത്തോളൂല്ലേ. ഇതൊരാളും എടുക്കും. ഇതൊക്കെ ആർക്കാ അറിയാൻ വയ്യാത്തല്ലേ? നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പകുതി കേക്ക് അല്ലേ കിട്ടിയതെന്ന് അല്ലേ. ഇത് 4 എണ്ണത്തിൽ പകുതി എന്ന് വെച്ചാൽ 2 എണ്ണം ഇയാൾക്കും കിട്ടി, 2 എണ്ണം ഒരാൾക്കും കിട്ടി. അതായത് ഒരു കേക്കിൻ്റെ ഹാഫ് ഭാഗം അല്ലേ. അപ്പം ഇവിടെ നോക്കൂ ഞങ്ങളെ, ഇത് പകുതി കിട്ടിയെന്ന് അല്ലേ. ഇനി ഒരു കേക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇനി എന്താ നിങ്ങളെ, ഒരു കേക്കേ ഉള്ളൂ. ചോദ്യം നല്ലപോലെ കേൾക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താ 4 കേക്ക് 2 പേർക്കാണെങ്കിൽ അവർ 2 എണ്ണം വെച്ചെടുക്കും. സംശയമില്ലല്ലോ. എങ്കിൽ 2 കേക്കാണെങ്കിൽ അവർ ഓരോന്ന് വെച്ചെടുക്കും. നമുക്കതൊക്കെ അറിയാവുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കേക്ക് മാത്രമായാലോ? ഒരു കേക്കാണെങ്കിൽ ഇതൊരു കേക്കാണ്, ഇത് 2 പേരാണ്. എങ്ങനെ കൊടുക്കും? മുറിച്ചു കൊടുക്കും അല്ലേ. ഹാഫ്, അത് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അത് നേരെ നടുക്ക് വെച്ച് മുറിച്ചിട്ട് ഹാഫ്, ഒരാൾക്കൊരു ഹാഫ്, പകുതി അല്ലേ. ഹാഫ് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഹാഫ് 1/2 ഹാഫാണ് കേട്ടോ. അപ്പോൾ 1/2 വെച്ചിട്ട് 2 പേർക്കും കൊടുക്കുമെന്ന് ഒക്കെ നമുക്കറിയാം അല്ലേ. ഇതുപോലെ ഒരു കേക്ക് 3 പേർക്ക് തുല്യമായി വീതിച്ചാലോ? ഉണ്ടാവും നിങ്ങളെ, ഒരു കേക്ക് 3 പേർക്ക് തുല്യമായി വീതിച്ചാലോ എങ്ങനെയായിരിക്കും? ഒരു കേക്ക് 3 പേർക്ക് തുല്യമായിട്ട് കൊടുക്കണമെങ്കിൽ എന്തോ ചെയ്യണം നിങ്ങളെ? അതിനെ എന്താ 3 നമുക്കിങ്ങനെ അങ്ങ് ആക്കില്ല. കണ്ടോ, 3 പേർക്ക് തുല്യമായിട്ട് വീതിച്ചില്ലയോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇനി 2 കേക്ക് 3 പേർക്ക് തുല്യമായി വീതിച്ചെങ്കിലോ? 2 കേക്കുണ്ട് അല്ലേ. 2 കേക്കുണ്ട്, പക്ഷെ 3 പേർക്ക് കൊടുക്കുകയും വേണം. എന്തോ ചെയ്യും? ഇല്ലയോ? 2 കേക്ക് 3 പേർക്ക് തുല്യമായി വീതിക്കുക. എന്തോ ചെയ്യും കുഞ്ഞുങ്ങളെ? എന്തോ ചെയ്യുമെന്നറിയാമോ? ഈ 2 കേക്ക് എന്നുള്ളതാണ്ട് 1 2 അതിനെ 3 പേർക്ക് കൊടുക്കണം അല്ലേ. നമ്മൾ എന്തോന്നറിയാം, അതിനെ നേരെ നടാണ്ടേ ഞാനങ്ങ് മുറിച്ചു കണ്ടോ. ഇനി 3 പേർക്ക് കൊടുക്കണ്ടേ? നോക്കൂ നിങ്ങളെ, നമുക്ക് വരയ്ക്കാൻ മെനക്കെടണ്ട. ബാക്കിയായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു കേക്ക് ഒരേപോലെയുള്ള 3 ഭാഗങ്ങളാക്കുക. എന്താ, ആദ്യം ഒരു കേക്ക് എടുത്തിട്ട് അവർ തന്നെ മുമ്പ് ഞാൻ ഭാഗിച്ചതുപോലെ ഭാഗിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ടെസ്റ്റ് നോക്കണേ നിങ്ങളെ. അതുപോലെ തന്നെ എന്താണ്, രണ്ടാമത്തെ കേക്കും എന്ത് ചെയ്യുക? ഓരോരുത്തർക്കും എന്നിട്ട് ആദ്യത്തെ ഒരു കേക്ക് അവർ 3 എടുത്തു. ഇതൊരാൾ 3 പേരും എടുത്തു അല്ലേ. ഓരോരുത്തർക്കും എന്നിട്ട് ഓരോ കഷ്ണം കൊടുക്കുക. അപ്പോൾ ഒരു കേക്ക് കൊടുത്തു. കണ്ടോ, ഇത് പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ വരയ്ക്കണം. നോക്കൂ നിങ്ങൾ, പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട്, കൊടുത്തു. മിച്ചമുള്ള ഒരു കേക്ക്, 2 കേക്കല്ലായിരുന്നു ഉള്ളത്. ഇനി മിച്ചമുള്ള ഒരു കേക്കിനെ വീണ്ടും എന്ത് ചെയ്യുക? 3-1 വീണ്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യുക? 3-1
കണ്ടോ കൊടുക്കുക, ഓരോരുത്തർക്കും കൊടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? മൊത്തത്തിൽ എത്ര കിട്ടും നിങ്ങളെ? 2/3 ഭാഗം കിട്ടും. നിങ്ങളതൊരു കേക്കോ എന്തെങ്കിലും എടുത്തൊന്ന് ഇതുപോലൊന്ന് മുറിച്ച് നോക്കണേ നിങ്ങൾ കേട്ടോ. ഇതിപ്പം എന്തെങ്കിലും വെച്ച് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലായിന് കേട്ടോ. ഇത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം വരച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കണേ കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 മീറ്റർ നീളമുള്ള നാട 3 പേർക്ക് എങ്ങനെ വീതിക്കും? ഇത്ര കുഞ്ഞുങ്ങളെ 2 മീറ്റർ നീളമുള്ള നാട ആദ്യം എന്ത് ചെയ്യുന്നറിയോ? അതിനെ 2ആയിട്ട് മടക്കി 2ആയിട്ട് അങ്ങ് മടക്കണം. നോക്കിയേ, നേർ പകുതി വെച്ച് ഇവരങ്ങ് മൊത്തം എത്ര മീറ്ററാ? 2 മീറ്ററാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ആദ്യം മൊത്തം എത്ര? 2 മീറ്റർ നീളമുള്ള നാടയെ നേരെ നടുക്ക് വെച്ച് അങ്ങ് മടക്കി. അപ്പോൾ ഇവിടെ 1 മീറ്ററും ഇവിടെ 1 മീറ്ററും. സംശയമുണ്ടോ? 2 മീറ്ററിനെ നടുക്ക് വെച്ച് മുറിച്ചപ്പോൾ ഇവിടെ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ. ഇനി ഓരോ മീറ്ററിനെയും ഇവിടെ നേരെ നടുക്ക് വെച്ച് നമ്മളങ്ങ് മുറിച്ചു അല്ലേ? ഓരോ മീറ്ററിനെയും 3ആയി മടക്കുവാന്ന്. ഓരോ മീറ്ററിനെയും 3ആയിട്ട്. ഇത് നോക്കി, 1 1 1 ഇതൊന്നും വെച്ചു. ഇനി ഇത് 1 1 1. അപ്പോൾ ഇതെത്ര ഉണ്ട്? ഇതും 3 ഉണ്ട് അല്ലേ? ഇതും 3 ഉണ്ട്, ഇതും 3 ഉണ്ട്. അതെ, ഇതിലെ ഈ 2 ഭാഗങ്ങൾ ചേർത്ത് മുറിച്ചാൽ 3 സമഭാഗങ്ങളായില്ലേ? ഇപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം മാറ്റി, ഇതിൽ നിന്ന് ഒരെണ്ണം മാറ്റി എടുത്ത് വെക്കുമ്പോൾ എന്താ? 2 2 2 അല്ലേ? ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? ഓരോന്നും 1 മീറ്ററിനെ 3 സമഭാഗങ്ങളാക്കിയാൽ 2 ചേർന്നതല്ലേ? ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എന്താവും ഞങ്ങൾ ഇവിടെ നമ്മൾ 2 മീറ്റർ നീളമുള്ള നാടയാണ് അല്ലേ? അത് 3 പേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2/3 ഇതിനാണ് ഇത്രയും കിടന്ന് ചെയ്തത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ഇത്രയും കിടന്ന് ഈ ഒരു ക്ലൂ ഓർത്ത് വെച്ചത്. എന്താ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 മീറ്റർ നീളമുള്ളൊരു നാട 4 അല്ലേ? 3 മീറ്റർ നീളമുള്ള നാട എന്താ 4 പേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലോ 3/4 എന്നങ്ങ് എഴുതിയാൽ മതി. ഈ ഒരു ക്ലൂ അറിയാമെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ചിലർക്കൊന്നും എനിക്ക് തോന്നുന്നു മനസ്സിലായി കാണത്തില്ല. എനിക്ക് തോന്നുന്നു മനസ്സിലായില്ല എന്നാവും ഞങ്ങളെ തോന്നുന്നത്. എന്താ ഇവിടെ നമ്മളോട് ചോദിച്ചത്, ഇപ്പോൾ 5 മീറ്റർ നീളമുള്ളൊരു നാട 6 പേർക്ക് കൊടുത്തെങ്കിൽ 6 എന്നങ്ങ് എഴുതിയാൽ മതിയെന്ന്. ഇപ്പം ചിലപ്പോൾ പിടികിട്ടി കാണൂല്ലയോ? കിട്ടിയോ നിങ്ങളെ? അങ്ങനെയാണെങ്കിലേ നമുക്ക് എക്സർസൈസ് ചെയ്യാം, അപ്പം മനസ്സിലാവും. നോക്കിക്കേ, 3 കേക്ക് 4 പേർക്ക് ഒരുപോലെ ഭാഗിച്ചാൽ ഓരോരുത്തർക്കും ഒരു കേക്കിൻ്റെ എത്ര ഭാഗം കിട്ടും? ഒന്നാമത്തെ ചോദ്യം കണ്ടോ? എന്താ പറഞ്ഞത്? എന്താ നിങ്ങളെ ഞാൻ പറഞ്ഞത്? അതായത് 3 കേക്ക് ആർ നോക്കിയേ, 3 കേക്ക് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 പേഴ്സൺസ്. വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് എ കേക്ക് വുഡ് ഈച്ച് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് എ കേക്ക് വുഡ് ഈച്ച് 1 ഗെറ്റ്? 3 കേക്ക് 4 പേർക്ക് ഒരുപോലെ ഭാഗിച്ചാൽ ഓരോരുത്തർക്കും കേക്കിൻ്റെ എത്ര ഭാഗം കിട്ടും? നോക്കിക്കേ, ആദ്യമേ എത്ര കേക്കാവും നിങ്ങളെ? ഇപ്പം ഞാൻ പറഞ്ഞ ക്ലൂ അങ്ങ് ഓർത്താൽ മതി. എന്താ? 3 കേക്ക് അല്ലേ? ഈക്വലി എമംഗ് 4 പേഴ്സൺ 4 പേർക്ക് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ കേക്ക് എടുത്തിട്ട് ഞാൻ 4 പേർക്ക് കൊടുത്തു. നോക്കിക്കേ, തുല്യമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അവർ അടി കൂടുവേ. തുല്യമായിട്ട് ഞാൻ നടുക്കൂടെ വെച്ച് വെച്ചു. രണ്ടാമത്തെ കേക്ക് ഞാൻ തുല്യമായിട്ട് നടുക്കൂടെ 4 ആയിട്ട് വെച്ചു. അടുത്തത് എന്താവും നിങ്ങളെ? 4 ആയിട്ട് മുറിച്ചു. സംഭവം പിടികിട്ടിയോ? 3 കേക്കാണ്, എനിക്ക് 4 പേർക്ക് കൊടുത്തേ ഒക്കത്തുള്ളൂ അല്ലേ? അപ്പം ഞാൻ ആദ്യത്തെ കേക്ക് 4 ആയിട്ട് തുല്യമായിട്ട് മുറിച്ചു, രണ്ടാമത്തെ കേക്ക് 4 തുല്യമായിട്ട് മുറിച്ചു, മൂന്നാമത്തെ മുറിച്ചു. ഇപ്പം എന്താ? എന്നിട്ട് എന്താണെന്നറിയോ? ഞാൻ ഓരോ പീസ് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇവിടെ എഴുതി. അടുത്ത ഇവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് എവിടെ വേണമെങ്കിലും വെക്കാം കേട്ടോ, ഞാൻ അറിയാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ വെച്ചൊന്ന് വെച്ചോ, മനസ്സിലായോ? അടുത്ത ഞാൻ ഈ പീസ് മുറിച്ചിട്ട്, ഇത് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഇത് മുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെയും വെച്ചു. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? 1 2 3 പീസ് എടുത്ത് ഞാൻ ഇവിടെ വെച്ചപ്പോൾ ഇതും എന്താ? ഒരു 1/4 ഭാഗമായി. ഇതും എന്താണ്? 1 2 3 പീസായില്ലയോ? ഇത് 1 2 3 1 2 3 ഇത് 1 2 3 എല്ലാവർക്കും തുല്യമായിട്ട് 4 പേർക്കും കിട്ടിയല്ലോ. മനസ്സിലായോ നിങ്ങളെ? എന്താ പറഞ്ഞത്? 3 കേക്ക്, ഇതിനൊരു എളുപ്പവഴി വേറെ ഉണ്ട്, അത് പറയാം. 3 കേക്ക് 4 പേർക്ക് ഒരുപോലെ വീതിക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് ഒരു കേക്കിനെ 4 ആയിട്ട് തുല്യമായിട്ട് 3 കേക്കിനെയും മുറിച്ചു. 3 കേക്കിനെയും തുല്യമായിട്ട് ഞാൻ 4 ആയിട്ട് മുറിച്ച് വെച്ചേക്കുക. 4 ആയിട്ടാണേ ഇല്ലയോ? 4 ഉണ്ട്, 4 ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുക. അതിൽ നിന്നെല്ലാം ഓരോ പീസ് എടുത്തപ്പം ഇവിടെ എന്തായി? ഇവിടെ 3 പീസേ ഉള്ളൂ, പിന്നെ ഇവിടെ 3 പീസേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഇവിടെ നിന്നെല്ലാം എടുത്ത ഓരോ പീസായപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നിങ്ങളെ? 3 പീസ് അടി ഒഴിവായി. എന്താ? അപ്പം നമ്മൾ എങ്ങനെ എഴുതും? മുമ്പ് പറഞ്ഞ രീതിയിൽ നോക്കിക്കേ. ഇത് പോയി കഴിഞ്ഞാൽ മൊത്തം എണ്ണം എത്ര ഉണ്ടോ നിങ്ങളെ? മൊത്തം എണ്ണം
4 ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോൾ ഉപകരിക്കുന്നത് കണ്ടോടെ. ആദ്യം മൊത്തം എത്ര നിങ്ങളിവിടെ 4 അതാണ് താഴെ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എഴുതേണ്ടത്. ഛേദം മുകളിൽ എത്ര ആണ് നോക്കി, 1 2 3 അല്ലേ. മുനി എത്ര എണ്ണം കൂടെ ഉണ്ടെന്നാ 3 ഇവിടെ ഷെയ്ഡ് കൊടുത്തത് നമ്മളെടുത്ത് മാറ്റിയതാ കേട്ടോ. ബാക്കി എത്ര ഉണ്ടെന്നാ കേട്ടോ. എന്താ ഇവിടെ നമ്മൾ സാധാരണ ഇത് ഈ ഷെയ്ഡ് അടിച്ചതാണ് ഇവിടെ എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ എഴുതാഞ്ഞത്? അത് നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇയാൾക്ക് കൊടുത്തു. ഇത് പോയി അല്ലേ. പിന്നെ എത്ര എണ്ണം ഉണ്ട്? 3 അതാ കേട്ടോ. തിരിഞ്ഞു പോലെ നിങ്ങളെ. ഇതിലൊരു ക്ലൂ ഉണ്ട്. 3 കേക്ക് ഇനി ആയത് 3 കേക്ക് ഈക്വലി ഡിവൈഡഡ് 4 അപ്പോൾ 3/4 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ആ ഒരു ക്ലൂ ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. 3 കേക്ക് അതായത് സാധനം അല്ലേ, എത്ര പേർക്കാണോ കൊടുക്കുന്നത് അപ്പോൾ 3/4. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 3 മീറ്റർ ലോങ് റിബണ് ഈ കട്ട് ഇൻറ്റു 4 ഈക്വൽ പീസ്. 3 മീറ്റർ ലോങ്ങുള്ള മുമ്പ് ഈ പറഞ്ഞ ക്ലൂ വെച്ച് പറഞ്ഞ 3 മീറ്റർ ലോങ് റിബൺ, 3 മീറ്റർ നീളമുള്ള ഒരു റിബൺ അല്ലേ നാട. കട്ട് ഇൻറ്റു 4 ഈക്വൽ 4 സമഭാഗങ്ങളാക്കിയാൽ നമുക്കറിയാം എന്താ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ക്ലൂ ഓർത്താൽ എന്താ 3/4 അല്ലേ. എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ നോക്കിയേ, 3 മീറ്റർ 1 2 3 മീറ്റർ നീളമുള്ള ഒരു എന്താ റിബണാണ് കണ്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 മീറ്റർ 2 മീറ്റർ 3 മീറ്റർ 3 മീറ്റർ നീളമുള്ള ഒരു റിബണിനെ ഞാൻ എത്ര ഭാഗങ്ങളാക്കി മാറ്റുക? 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ എങ്ങനെ മാറ്റാനാണ്? അതായത് മുമ്പ് ആ പറഞ്ഞ രീതി ഇതിൽ നിന്ന് ഒന്നെടുത്തു, ഇതിൽ നിന്നും ഒരു ഭാഗം എടുത്തു. മുമ്പ് ആ കേക്ക് മുറിച്ചില്ലയോ, അത് ഈ കേക്ക് മുറിച്ച കാര്യം തന്നെ അങ്ങ് ഓർത്താൽ മതി. ഇതിൽ നിന്നും ഒരു ഭാഗം എടുത്തു. അപ്പം എന്താ എടുത്തു? 3/4 ആണ് ഇവിടെയും. 1 2 3 4 ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെയാണ്, ഛേദം അതുപോലെ എഴുതി. 3/4 മീറ്റർ ആണ് ഇവിടെയും ആൻസർ വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ അതിൻ്റെ ആൻസർ കിടപ്പുണ്ട് കേട്ടോ. മനസ്സിലായില്ലെന്ന് പറയില്ലേ കുഞ്ഞുങ്ങളെ. ഇതിലും താഴ്ന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഏറ്റവും സിമ്പിൾ മെത്തേഡിലാണ് ഞാൻ പറയുന്നത്. അടുത്ത ഓക്കെ, 3 ലിറ്റർ പാല് 4 പേർക്ക്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. 3 ലിറ്റർ പാല് 4 പേർക്ക് 3/4. അതായത് 3 ലിറ്റർ പാല് അല്ലേ, അതിൽ നിന്നല്ല 4 പേർക്കാണ്. എത്ര പേർക്കാണെന്നുള്ളത് ഡിനോമിനേറ്റർ എപ്പോഴും രണ്ടാമത് തന്നെ ഡിനോമിനേറ്റർ അല്ലേ. അതിൽ നിന്ന് ഒന്നെടുത്തു, ഇതിൽ നിന്ന് ഒന്നെടുത്തു, ഇതിൽ നിന്ന് ഒന്നെടുത്തു. അപ്പോൾ 1 2 3 3/4 ലിറ്റർ കേട്ടോ. 3 ലിറ്റർ പാല് ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. 3 ലിറ്റർ പാല് 4 പേർക്ക് ഒരുപോലെ വിധിച്ചാൽ ഓരോരുത്തർക്കും എന്താ 4ൽ 3 ഭാഗം കിട്ടുമെന്ന്. 4ൽ 3 ഭാഗം കേട്ടോ. ഇത് 3ൻ്റെ ആൻസർ 3/4 ആണ് കേട്ടോ. അല്ലെ 4ൽ 3 3/4 പറയാം. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നിങ്ങളെ. ഇഫ് എ 2 മീറ്റർ ലോങ് റോപ്പ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസ്. അതിലും ഉണ്ട് 2 മീറ്റർ ലോങ് 5 ഈക്വൽ പാർട്സ്. എത്ര പീസാണെന്നുള്ളത് താഴെയും എത്രയാണെന്നുള്ളത് മുകളിലും കേട്ടോ. 2 മീറ്റർ ലോങ് റോപ്പ്, 2 മീറ്റർ റോപ്പ് എന്ന് വെച്ചാൽ കയറ് എന്താ കട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്. മുമ്പ് നമ്മൾ പറഞ്ഞതാ അല്ലേ, 5 ഈക്വൽ പാർട്സ്, 5 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിക്കും. 1 2 3 4 5 അല്ലേ. അതിനകത്തിലെത്താ 2 മീറ്റർ 2 മീറ്റർ കട്ട് ചെയ്തു. ബാക്കി എങ്ങനെയാ എന്താ 2/5. ആ ചോദ്യത്തിൽ തന്നെ ഈ ഉത്തരവുണ്ട് കേട്ടോ. 5/2 മീറ്ററാണ് കുഞ്ഞുങ്ങളെ, മീറ്റർ. അടുത്ത 4 കിലോ പഞ്ചസാര ഒരുപോലെയുള്ള 5 പാക്കറ്റിൽ നിറച്ചു. എന്താ കുഞ്ഞുങ്ങളെ, 4 കിലോഗ്രാം പഞ്ചസാര ഒരേപോലെയുള്ള 5 പാക്കറ്റിൽ നിറച്ചു. അതിലും ഉണ്ട് ചോദ്യം ഉത്തരം എന്താ 4 കിലോഗ്രാം പഞ്ചസാര 5 പാക്കറ്റിൽ 4/5 അല്ലേ. 4 kg of sugar is divided into 5 packet of a same weight. How much sugar in kg there in each packet? 4 കിലോ 1 2 3 4. ഇതിനെ എന്താക്കണം? 5 ആക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ഇതിനെ 1/5, ഇത് 1/5, ഇതിൽ നിന്നെല്ലാം ഓരോ പീസ് എടുക്കും. 1/5 1/5. അപ്പോൾ എത്ര മൊത്തം? 1 2 3 4 4/5. മുമ്പ് ചെയ്ത അതേ രീതി തന്നെ അങ്ങ് എഴുതിയാൽ മതി നിങ്ങൾ. ഇവിടെ എന്താ 2 മീറ്റർ നീളമുള്ളത് നമ്മൾ ചെയ്തല്ലേ. 2 മീറ്റർ നീളമുള്ള 5 ഈക്വൽ, 5 ഇത് 5 ഈക്വൽ പാർട്സ് ആയിട്ട് എടുത്തിട്ട് എന്താ അതിനെ 2 മീറ്റർ 1 2 ബാക്കി ഇല്ല എടുത്തില്ല. 2 മീറ്റർ മതി അല്ലേ. 2 മീറ്റർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിനെ കേട്ടോ. അപ്പം നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ ആൻസർ ഉണ്ടെന്ന് ആ ഒരു ക്ലൂ ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ നിങ്ങളെ. അടുത്ത ഇത് ഒന്നാമത്തെ എക്സസൈസിൻ്റെ ആണ് കേട്ടോ. അതായത് ഈ എക്സസൈസ്. ഇനി പുതിയ ഭിന്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഒരു ഇച്ചിരി എളുപ്പമാവും നിങ്ങളെ. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ചിലവർക്ക് ഇത് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവും. സംഭവം കേൾക്കുമ്പോഴേ മനസ്സിലാവും. ചിലവർക്ക് ഇത് ഇപ്പോഴും ഡൗട്ടായിരിക്കും കേട്ടോ.
കാരണം ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം ഈ ഉദാഹരണം തന്നെ നോക്കുന്നില്ല, 3 മീറ്റർ നീളമുള്ള 3 മീറ്ററിനെ ഞാൻ 1 മീറ്റർ, വീണ്ടും 1 മീറ്റർ, വീണ്ടും 1 മീറ്റർ ആയിട്ടാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 മീറ്റർ നീളമുള്ളത് അതിനെ നമ്മൾ എന്താക്കണമെന്ന് പറഞ്ഞാൽ 4 ഈക്വൽ പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 1/4, താഴെ എത്രയാണോ കിടക്കുന്നത് അത് വേണം എഴുതാൻ. 4, ഇവിടെയും 1/4, ഇവിടെയും 1/4, അപ്പോൾ എത്ര 3/4 കേട്ടോ. 4 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റാനല്ലേ, 4 ഈക്വൽ പാർട്സ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 3 എണ്ണത്തിൽ നിന്നും കൂടെ നമ്മൾ എടുത്തെങ്കിലേ നമുക്ക് എന്താക്കും 3 റിബണിനെ 4 ആക്കാൻ പറ്റത്തുള്ളൂ. ഇത് 3 കൂടെ കിട്ടുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരെണ്ണോടെ കിട്ടും. 4 എണ്ണം വേണ്ടേ, ഇതിപ്പോൾ 1 2 3 അല്ലേ, 4 ഈക്വൽ പാർട്സ് ആയിട്ട് വേണമെങ്കിൽ ഇതുകൂടെ കൂട്ടണം കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പുതിയ ഭിന്നങ്ങൾ അല്ലെങ്കിൽ ന്യൂ ഫ്രാക്ഷന് നോക്കണേ കുഞ്ഞുങ്ങളെ. പുതിയ ഭിന്നങ്ങൾ നോക്കിയേ, 3 കേക്ക് 2 പേർക്ക് ഒരേപോലെ വീതിക്കുന്നത് എങ്ങനെ? ഇനി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ കുഞ്ഞുങ്ങളെ. ഇതുവരെ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ എന്നാ ഉണ്ട് നോക്കിയേ, 3 കേക്ക് എന്താ കുഞ്ഞുങ്ങളെ, 3 1 2 3 കേക്ക് 2 പേർക്ക് ഒരുപോലെ വീതിക്കുക. ഇവിടെ നോക്കിക്കേ, 2 പേര് ഉണ്ട്. ഇതെത്ര? 3 കേക്ക്. കേക്കിന് ഇച്ചിരി കളറൊക്കെ കൊടുക്കട്ടെ, എന്തായാലും ഒരു വഴിക്ക് പോകുന്നില്ലേ, കേക്കല്ലേ. കേക്കിന് ഡെക്കറേഷൻ കൂടുമ്പം മധുരവും കൂടും. എപ്പോഴും നമ്മൾ ഡെക്കറേഷനുള്ള കേക്കല്ലേ കുഞ്ഞുങ്ങളെ മേടിക്കുന്നത്, ഇല്ലയോ? ഒന്നും എഴുതാത്ത കേക്ക് നമ്മൾ മേടിക്കൂ? ഓ ഇല്ല. എപ്പോഴും ഇച്ചിരി കളറായിക്കോട്ടെ. നോക്കിക്കേ, 2 പേര് ഇവിടെ നോക്കിയിരിക്കുക. എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്, എൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് എത്ര നേരം കൊണ്ടിരിക്കുക. നോക്കിക്കേ, 3 കേക്കുണ്ട്, 2 പേരും ഉണ്ട്. ഒരുപോലെ എങ്ങനെ വിധിച്ചു കൊടുക്കും? ആദ്യത്തെ ആൾ 1 കയറി ഇങ്ങി പിടിച്ചു, രണ്ടാമത്തെ ആളും 1, പിന്നെ താണ്ട് ഒരെണ്ണം ഇരിക്കുന്നു. എന്തോ ചെയ്യും നിങ്ങളെ? അതിൻ്റെ നേർ പകുതി വെച്ച് മുറിച്ചാൽ എന്താ, പകുതി ഒരാൾക്കും കിട്ടും, അടുത്ത പകുതി അടുത്ത ആൾക്കും കിട്ടും. അപ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം കിട്ടി? വരച്ചപ്പോൾ എളുപ്പമല്ലയോ? അപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? ഇതൊന്നുകൂടെ മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബാക്കി അടിച്ചിട്ട് കാണണം കേട്ടോ. അപ്പോൾ എത്ര? 1 കിട്ടി, അരയും കിട്ടി. ഒരാൾക്ക് എത്ര കിട്ടി? 1.5 കിട്ടി. മനസ്സിലായോ? അടുത്ത ആൾക്കും 1.5 കിട്ടി. അപ്പോൾ 2 പേർക്കൂടെ 1.5 1.5 3 കിട്ടും. മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഒന്ന് ബാക്കി അടിക്കണേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പിടി നോക്കേ. 9 ലിറ്റർ പാല് 4 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? എന്താ കുഞ്ഞുങ്ങളെ? 9 ലിറ്റർ പാല് 4 പേർക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കണം. 9 ലിറ്റർ പാലാണ്. 1 2 3 4 5 6 7 8 9 ലിറ്റർ ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുക. അതിൽ 4 പേർക്ക് കൊടുക്കണം. ഈ 4 പേർക്കെന്ന് വെച്ചാൽ ഇതൊരാൾക്ക് കൊടുത്തു, ഇതൊരാൾക്ക് കൊടുത്തു, ഇതൊരാൾക്ക് കൊടുത്തു, ഇതൊരാൾക്ക് കൊടുത്തു അല്ലേ, 2 എണ്ണം വെച്ച് കൊടുത്തു. ആദ്യത്തെ ആൾക്ക് 2 കൊടുത്തു, പിന്നെ ആൾക്ക് 2 കൊടുത്തു, പിന്നെ ഒരാൾക്ക് 2 കൊടുത്തു, പിന്നെ ഒരാൾക്ക് 2 കൊടുത്തു, പിന്നെ ഒന്നിരിക്കുക. ഇതെന്തോ ചെയ്യും? ഇത് എത്രയൊക്കെ ആർക്കൊക്കെ കൊടുക്കും? ഓ പ്രശ്നമാണ് അല്ലേ. അതിനുള്ള ഒരു എളുപ്പ വഴി ഇതാ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതുവരെ തന്നെന്ന് വെച്ചാൽ ചെറിയ സംഖ്യയായിരുന്നു ഫസ്റ്റിൽ തന്നത്, പിന്നെ വലിയ സംഖ്യ. ആ ക്ലൂ ഓർത്തോടെ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇങ്ങനൊന്നും അല്ല പഠിക്കേണ്ട. പക്ഷേ ഇപ്പം മുമ്പ് നമ്മൾ ചെയ്ത കണക്കിൻ്റെ പ്രത്യേകം നിങ്ങളൊന്ന് നോക്കണേ. ഇപ്പം 2 കേക്കിന് 5 പേർക്ക് കൊടുക്കുക, അല്ലെ 3 ലിറ്റർ പാല് 8 പേർക്ക് കൊടുക്കുക, അല്ല എങ്ങനെയായിരുന്നു? ഇനി നോക്കിക്കേ, ഇവിടെ ഫസ്റ്റ് വലിയ സംഖ്യ ഇനി ഉള്ളതിനെല്ലാം 9 ലിറ്റർ പാല് 4 പേർക്ക് കൊടുക്കുക. ഇത് എൻ്റെ ഒരു ക്ലൂ ആയിട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യട്ടെന്ന് വിചാരിച്ചേട്ടോ. എന്താ നിങ്ങളെ? 9 ലിറ്റർ പാല് 4 പേർക്ക് എന്താണെന്നറിയോ? 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യാൻ അറിയാമോ? 9 ലിറ്റർ പാല് എത്ര പേർക്കാണോ കൊടുക്കുന്നത് അത് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. മനസ്സിലായോ? എത്ര ലിറ്റർ ആദ്യം തരുന്നതിനെ അകത്തെഴുതുക. 9 ലിറ്റർ പാൽ എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? 4 പേർക്ക്. അത് ഇവിടെയും എഴുതുക കേട്ടോ. ഇനി നോക്കിയേ, 4ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 9 വരുന്നുണ്ടോ? ഉണ്ടാവും നിങ്ങളെ? 1 4 4 2 4 8 3 4 12 ഉണ്ടോ? ഇവിടെ ഇല്ല. അപ്പം 2 4 8 മുകളിലും താഴെയും 2 സംഖ്യ വന്നാൽ കുറയ്ക്കണം. 9ൽ നിന്ന് 8 പോയാൽ 1. ഇതാണ് ആൻസർ വരുന്നത്. ഇനി ഇത് നമ്മൾ എങ്ങനെ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാണ്? ഒന്നും ആലോചിക്കേണ്ട. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താ നിങ്ങളെ? ഇവിടെ നോക്കിക്കേ, ഈ തന്ന നമുക്ക് എത്രയാണോ കിട്ടിയത്, ഇത് കോഷ്യൻ്റ് അല്ലെ ഹരണഫലം, അതിനെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. എത്രയാണോ നമുക്ക് മുകളിൽ കിട്ടുന്ന ഹരണഫലം അല്ലെ കോഷ്യൻ്റ്, അത് ലെഫ്റ്റ് സൈഡിൽ, ഇവിടാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്. ഇനിയും തിരിയല് 2. എത്രയാണോ ഇവിടുത്തെ ഡിവൈസർ അത് അല്ലേ,
ഇവിടെ കൊടുക്കുക, മേലെ ഒരു വരയിട്ടിട്ട് റിമൈൻഡർ അല്ലെ ശിഷ്ടം എത്രയാണോ അത് മുകളിൽ കൊടുക്കുക. ഇതാണ് സംഭവം. ഇപ്പം പിടികിട്ടിയോ? എളുപ്പമല്ലേ? ഇത് എവിടൊക്കെയാണ് എഴുതേണ്ടതെന്ന് നല്ലപോലെ അറിയണം. ഇവിടാണ് എല്ലാവർക്കും തെറ്റുന്നത്. ഇത് കോഷ്യൻ്റാണ്, അത് ലെഫ്റ്റിലാണ്. അയാളാണ് ആദ്യ കാരണവർ, അയാളാണ് കേട്ടോ. അയാളാണ് ഇവിടുത്തെ കാരണവർ എന്ന് ഓർത്തോണം. അപ്പം അയാൾ ഫസ്റ്റിൽ അയാളാണ് ഇരിക്കുന്നത്. ഇനി അതിന് ഇപ്പുറത്ത് രണ്ടാമത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഇവിടെ വെളിയിൽ എത്രൻ്റെ ടേബിളാണോ നമ്മൾ ചെല്ലിയത് അല്ലേ, 4ൻ്റെ ടേബിളല്ലേ, അപ്പോൾ അയാൾ ഇച്ചിരി നേരം താഴോട്ടിരിക്കും താഴെ. അപ്പോൾ ശിഷ്ടം പറഞ്ഞ ഇല്ലില്ല, എന്നെ എന്താ എന്നെ മണ്ടയ്ക്ക് ഏറ്റവും മണ്ടയ്ക്ക് എന്നെ കൊണ്ടിരുത്തണം. ഈ ക്ലൂ മറക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് നമ്മൾ ശരി ഇടുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അതുകൊട്ടെ മിക്സഡ് ഫ്രാക്ഷൻ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇത് ഓക്കെ ആണോ? ഈ 1/4 എന്ന് വെച്ചാൽ കാലാണ്, 2.25 ലിറ്ററാണ് കേട്ടോ. 2.25 ലിറ്റർ വന്നത് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ഈ ക്ലൂ ഓർത്താൽ മതി. വലിയ സംഖ്യയാണ് ഫസ്റ്റിൽ വരുന്നത്, ചെറിയ സംഖ്യ രണ്ടാമതെയാണ് വരുന്നതെങ്കിൽ ആ ഒരു ക്ലൂ ഇതൊന്നും ശരിയായ ക്ലൂ അല്ല, എന്നാലും ഓർക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരെണ്ണോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ ഞാൻ 98ാമത്തെ പേജിൽ ഇഫ് ആൻ 8 മീറ്റർ ലോങ് സ്ട്രിങ് ഈസ്, നോക്കിക്കേ ഫസ്റ്റിലെ വലിയ സംഖ്യയില്ലേ 8 മീറ്റർ ലോങ് സ്ട്രിങ്, 8 മീറ്റർ ചരട് എന്താ കട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ്, അതിനെ 5 തുല്യ സമഭാഗങ്ങളാക്കിയാൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? 8 മീറ്റർ നീളമാണ്. 1 2 മൊത്തം 8 മീറ്ററാണ്. ഇതിൻ്റെ നീളം 8 മീറ്ററാണ്. അതിനെ 5 ഈക്വൽ പാർട്സ്, 1 2 3 4 5 ഇങ്ങനൊന്നും ഇനിയും നമ്മൾ വരച്ച് മെനക്കെടണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ എത്ര ആണോ എങ്ങനെയാണോ ഒക്കെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ വരച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് 8 മീറ്ററിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ വലിയ സംഖ്യ ഫസ്റ്റ് വരികയെങ്കിൽ അത് മുകളിലാണ് കേട്ടോ. അത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമാണ്. എത്രയാണോ കട്ട് ചെയ്യേണ്ടത് അത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമാണ്. നോക്കിയേ, ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും കേട്ടോ. അതായത് വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയുമാണ് വരുന്നതെങ്കിൽ അതിനെ നിങ്ങളെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല, കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം മുകളിൽ വലുതും താഴെ ചെറുതും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ സംഖ്യയെ ചെറിയ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കിയേ 5നെ 5 കൊണ്ട് എത്ര? 8നകത്ത് 5 ഒരു വെട്ടേ പറ്റത്തുള്ളൂ. ഒരു 5 അല്ലേ? 2 സംഖ്യ വന്നാൽ കുറയ്ക്കുക. 8ന്ന് 5 പോയാൽ 3. ഇനി ചെയ്യണ്ടല്ലോ നിങ്ങളെ. അപ്പോൾ ഇവിടെ എന്താണ്? കോഷ്യൻ്റ് ആരാണോ അയാളാണ് നമ്മുടെ രാജാവ് അല്ലേ? അല്ലെങ്കിൽ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഫസ്റ്റിൽ എഴുതേണ്ടത്. ഇനി ഡിവൈസർ അല്ലേ? ഹാരകം എന്നൊക്കെ മലയാളം പറയും, ഒക്കെ പറഞ്ഞാൽ പോട്ടെ. എന്നിട്ട് ഇവിടെ ഈ ലെഫ്റ്റിൽ കിടക്കുന്നതിനെ താഴെ വരിക. റിമൈൻഡർ എപ്പോഴും എന്തോ ചെയ്യണം? മേളി. അയാൾക്ക് എപ്പോഴും മേളിലാണ്, അത് ഓർത്തോണം. റിമൈൻഡർ മുകളിലാണ്. അപ്പം 1 3/5 ആണ് അതിൻ്റെ ആൻസർ. എങ്ങനെയാണ് കിട്ടിയെന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കുഞ്ഞുങ്ങളെ. അത് എവിടൊക്കെയാണ് പറക്കി എഴുതേണ്ടതെന്ന് തെറ്റാതെ എഴുതണം കേട്ടോ. എവിടൊക്കെയാണ് പറക്കി, ഇതാണ് എല്ലാവർക്കും തെറ്റുന്നത്, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത്. അടുത്ത് നോക്കിയേ, 15 ലിറ്റർ മണ്ണെണ്ണ ഒരേപോലെയുള്ള 4 പാത്രത്തിൽ നിറച്ചു. ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ മണ്ണെണ്ണയുണ്ട്? 15 ലിറ്റർ ഓഫ് കെറോസിൻ, മണ്ണെണ്ണയ്ക്ക് ഇംഗ്ലീഷ് കെറോസിൻ, ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 4 ക്യാൻ, 4 പാത്രം അല്ലേ പാത്രത്തിൽ നിറച്ചു. ഹൗ മച്ച് ഡസ് ഈച്ച്? ഇവിടെ നോക്കിക്കേ, ഞാൻ ക്ലൂ പറഞ്ഞായിരുന്നു. ആദ്യമേ വലിയ സംഖ്യയും രണ്ടാമത്തെ ചെറിയ സംഖ്യയാണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ ആ ക്ലൂ ഓർത്തോടെ. 15 ലിറ്റർ മണ്ണെണ്ണ ഒരുപോലെയുള്ള 4 പാത്രത്തിലാണ് നിറയ്ക്കുന്നത്. 15 ഡിവൈഡ് 4. നോക്കൂ നിങ്ങളെ, 15 ഡിവൈഡഡ് 4, 15നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15 ഡിവൈഡഡ് 4 എങ്ങനെയാ? 4ൻ്റെ ടേബിൾ ചെല്ലുക. 4ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 15 വരുന്നുണ്ടോ? ഇല്ല അല്ലേ? 12 വരുന്നുള്ളൂ. 3 × 4 12 കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? 12. ഇനി 2 സംഖ്യ വന്നാൽ കുറയ്ക്കണം. 15ന്ന് 12 പോയാൽ 3. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ടേബിൾ അറിയാവുന്നവർക്ക് എളുപ്പമല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു കോഷ്യൻ്റ് ആണ് ആദ്യത്തെ ആൾ. കോഷ്യൻറ്റിനെ എടുത്തെഴുതി കേട്ടോ. ഇനി എന്തിനെയാണോ നമ്മൾ ചെയ്ത്, ഏതിൻ്റെ ടേബിളാണോ ചെയ്തത് അത് താഴെ എഴുതുക. റിമൈൻഡർ എപ്പോഴും എവിടെ വേണമെന്ന് പറഞ്ഞത്? മുകളിൽ വേണം. ഇതെങ്കിൽ എന്തുവാ ഇത്? ലിറ്ററാണ്. ഓരോന്നിൻ്റെ ആൻസർ എഴുതണേ കുഞ്ഞുങ്ങൾ. ഇവിടെ മീറ്ററാണ്. ഓരോന്നും മീറ്ററും ലിറ്ററും കിലോമീറ്ററും ഒക്കെ എഴുതിക്കോണേ. അപ്പോൾ ഇത് ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ടൊക്കെ. ഇനി എന്തോ സംശയം ഇതിൽ കൂടുതൽ കേട്ടോ. എന്നാലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. അതിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നോക്കിയോ കുഞ്ഞുങ്ങളെ, അടുത്ത
25 കിലോഗ്രാം ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 8 ഞാൻ പറഞ്ഞ ക്ലൂ ഓർത്താൽ മതി. എന്താ? ഫസ്റ്റിൽ വലിയ സംഖ്യ, രണ്ടാമത്തെ ചെറിയ സംഖ്യ. ഇങ്ങനൊന്നും അല്ല കേട്ടോ. എന്നാലും ആരെങ്കിലും കണക്ക് നല്ലോണം അറിയാവുന്നതിന് വേണ്ടിയെങ്കിൽ ഇപ്പം എന്താ കമൻറ്റ് ബോക്സ് അറിയുമായിരിക്കില്ലേ, ഇത് എളുപ്പവഴി ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. കാരണം ഇതിനകത്ത് 2 മെത്തേഡ് വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്തോ ചെയ്യണമെന്നുള്ള ഡൗട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞാണ്. 25 കിലോഗ്രാം ഓഫ് ഷുഗർ ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 8 8 പേർക്ക് തുല്യമായിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ എന്തോ ചെയ്യണമെന്നാണ് പറഞ്ഞത്? 25 കിലോ ഉള്ളതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 8 കേട്ടോ. എന്താ 8ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 25 വരുന്നുണ്ടോ? ഇല്ല. 3, 8, 24 വരെ വരുന്നുണ്ട്. ബാലൻസ് 1. അപ്പം നമ്മുടെ കാരണവരെ ആദ്യം എഴുതുക 3. അല്ലേ? ഇനി എത്രൻ്റെ ടേബിളാ വെച്ചാൽ 8ൻ്റെ. റിമൈൻഡർ എത്ര കുഞ്ഞുങ്ങളെ? 1. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെന്താ? kg. ചോദ്യത്തിൽ എന്താണോ തരുന്നത് അത് എഴുതുക കേട്ടോ. kg ആണോ, ലിറ്റർ ആണോ, മില്ലി ലിറ്റർ ആണോ എന്ന് എഴുതുക. അപ്പം നമ്മൾ എന്താ ഇതുവരെയുള്ള എക്സർസൈസുകൾ എവിടെ വരെ ചെയ്തു കുഞ്ഞുങ്ങളെ? അതെ, പേജ് നമ്പർ 99ൻ്റെ എന്താ മുകളിൽ കിടക്കുന്ന അത്രയും എക്സർസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറ. അതായത് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ അതൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം കുഞ്ഞുങ്ങളെ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം നോക്കിക്കേ, 28 ഡിവൈഡ് 5 എന്ന് തരിക. മുകളിൽ അതായത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം വലുതും ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ചെറുതും വരുന്നതിനെ നമ്മൾ ഇംപ്രോപ്പർ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ എന്താ 28നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? 28നെ 5 കൊണ്ട് ചെയ്യുക. 5ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ 28 വരുന്നുണ്ടോ? ഇല്ല, 25 വരെ വരും ഇല്ലേ? 5, 5, 25. ഇവിടെ എല്ലാവർക്കും തെറ്റും. 2 എണ്ണം വരുമ്പോൾ കുറയ്ക്കുക ചെയ്യുന്നത്. 28ൽ നിന്ന് 25 പോയാൽ 3 അപ്പോൾ ഇവിടുത്തെ കാരണവർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും മുകളിൽ വരുന്ന 5നെ ഫസ്റ്റ് എഴുതുക. ഏതിൻ്റെ ടേബിളാണോ നമ്മൾ ചെയ്ത് അതിനെ താഴെ എഴുതുക. എത്രയാണോ റിമൈൻഡർ വന്നത് അതിനെ 3 എഴുതുക. ഇതാണ് സംഭവം. മനസ്സിലായോ? ഒരെണ്ണോടെ ഞാൻ പറയാം നിങ്ങളെ. ഇപ്പം 20 പിന്നെ ഇനി എല്ലാം 22 ഒരു 52 വെച്ച് ചെയ്തോ. 52 ഡിവൈഡഡ് 10 വെച്ചോ. എന്താ നിങ്ങളെ? 52 ഡിവൈഡ് 10. അപ്പോൾ 52നെ നമ്മൾ എന്ത് വെച്ച് ചെയ്യണം? 10 വെച്ച്. 10ൻ്റെ ടേബിളിലും 52 വരുന്നുണ്ടോ? ഉണ്ട്. 5, 10, 50. 52ൽ നിന്ന് 50 പോയാൽ 2. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഈ 5നെ ലെഫ്റ്റിൽ കൊടുക്കുക. എന്തിൻ്റെ ടേബിളാണോ ചെല്ലിയത് താഴെ കൊടുക്കുക. റിമൈൻഡറിനെ മുകളിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ നിങ്ങളെ? എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറ. ഒട്ടും മനസ്സിലാവുന്നില്ല, ഏതെങ്കിലും കണക്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ ഞാൻ വേണേൽ ഒന്നുകൂടി ഇടാം. എത്രയും ലോക്കൽ രീതിയിലാണോ പറയേണ്ട ആ രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശരി കുഞ്ഞുങ്ങളെ. ഓക്കെ, താങ്ക് യു.